കഴക്കൂട്ടത്ത് 4 വയസ്സുകാരന്റെ കൊലപാതകത്തിൽ കസ്റ്റഡിയിലുള്ള കുട്ടിയുടെ അമ്മയുടെ സുഹൃത്ത് മഹാരാഷ്ട്ര സ്വദേശി തൻവീർ ആലം കുറ്റം സമ്മതിച്ചു. കുട്ടിയുടെ അമ്മയുമായുള്ള തർക്കത്തിനൊടുവിൽ തൻവീർ ആലം മുറിയിലുണ്ടായിരുന്ന ടവൽ ഉപയോഗിച്ച് കുട്ടിയുടെ കഴുത്തിൽ മുറുക്കി കൊലപ്പെടുത്തുകയായിരുന്നു എന്നാണ് മൊഴി. ടവൽ മുറുക്കിയപ്പോൾ കുട്ടിയുടെ കഴുത്തിലെ എല്ല് പൊട്ടിയാണ് മരണകാരണമെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കണ്ടെത്തിയിരുന്നു. സുലേഖ ശശികുമാർ തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. സുലേഖ, ദാരുണമായിരുന്നു. കുഞ്ഞ് മരിച്ചപ്പോഴും അത് കൊലപാതകമാണ് എന്നൊരു തരത്തിലേക്ക് എത്തിയിരുന്നില്ല. പിന്നീട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നപ്പോഴാണ് കൊലപാതകമാണ് കുഞ്ഞിന്റെ മരണകാരണമെന്ന് സംശയിക്കുന്നതും കൂടുതൽ അന്വേഷണം നടത്തുന്നതും. ഇപ്പോൾ പ്രതിയെന്ന് കരുതുന്ന ആൾ പറഞ്ഞത് എന്താണ്? പോലീസിന് നൽകിയ മൊഴി എന്താണ്? വിനീഷ, എന്തായാലും കഴിഞ്ഞ ദിവസമാണ് ഇത്തരത്തിൽ 4 വയസ്സുകാരൻ മരണപ്പെടുന്ന ഒരു സാഹചര്യം, കൊല്ലപ്പെടുന്ന ഒരു സാഹചര്യം അത് കഴക്കൂട്ടത്തുണ്ടായത്. ആദ്യഘട്ടത്തിൽ തന്നെ ഇത്തരത്തിൽ ഈ കുട്ടിയുടേത് സ്വാഭാവിക മരണമല്ല, അസ്വാഭാവിക മരണമാണ് എന്നുള്ള നിഗമനത്തിൽ തന്നെയായിരുന്നു പോലീസ് ഉണ്ടായിരുന്നത് എന്നുള്ളത് തന്നെയാണ്. ഇന്നലെയാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നത്. ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലും ഇത്തരത്തിൽ കുട്ടിയുടേത് കൊലപാതകമാണ്, കഴുത്തിൽ ഉണ്ടായ ഒരു മുറിവാണ്, കഴുത്തിലുണ്ടായ മുറിവാണ് ഇത്തരത്തിൽ മരണകാരണം എന്നത് പോസ്റ്റ്മോർട്ടത്തിൽ തന്നെ വ്യക്തമായതാണ്. എന്തായാലും കഴിഞ്ഞ ദിവസം തന്നെ ഈ കുട്ടിയുടെ മാതാവിനെയും അതിനൊപ്പം തന്നെ മാതാവിന്റെ സുഹൃത്ത് തൻവീർ ആലത്തിനെയും പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു. ഇത്തരത്തിൽ ചോദ്യം ചെയ്തു വരികയാണ്. ഇന്നിപ്പോൾ തൻവീർ ആലം കുറ്റം സമ്മതിച്ചിട്ടുള്ളത് എന്നുള്ളത് തന്നെയാണ്. ഈ 4 വയസ്സുകാരന്റേത് കൊലപാതകം തന്നെയാണ് എന്നുള്ള കുറ്റം അത് തൻവീർ ആലം സമ്മതിച്ചിട്ടുണ്ട്. കുട്ടിയുടെ അമ്മയുമായി തർക്കമുണ്ടായിരുന്നു. ആ തർക്കത്തിനൊടുവിലാണ് ഇത്തരത്തിൽ തൻവീർ ആലം മുറിയിലുണ്ടായിരുന്ന ടവൽ ഉപയോഗിച്ച് കുട്ടിയുടെ കഴുത്തിൽ മുറുക്കുകയും കൊലപ്പെടുത്തുകയും ചെയ്തത്. ഈ ടവൽ മുറുക്കുന്ന സമയത്ത് കുട്ടിയുടെ കഴുത്തിലെ എല്ല് പൊട്ടിയിരുന്നു. അതാണ് മരണകാരണം എന്നതാണ് ഇന്നലെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കണ്ടെത്തിയ ഒരു സംഭവം എന്ന് പറയുന്നത്. എന്തായാലും അബോധാവസ്ഥയിലായ കുട്ടിയെ ആശുപത്രിയിലേക്ക് എത്തിക്കാൻ ഈ കുട്ടിയുടെ മാതാവ് ശ്രമിച്ചെങ്കിലും അതിനെ തടയുന്ന ഒരു സമീപനം കൂടി തൻവീർ ആലത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. നാട്ടുകാർ ഇടപെട്ടാണ് ഇത്തരത്തിൽ ഇരുവരെയും, ഈ മാതാവിനെയും അതിനൊപ്പം തന്നെ മാതാവിന്റെ സുഹൃത്ത് തൻവീർ ആലത്തിനെയും കുട്ടിക്കൊപ്പം ഓട്ടോയിൽ കയറ്റി ആശുപത്രിയിലേക്ക് വിട്ടത്. ഈ ആശുപത്രിയിൽ എത്തിയ സമയത്ത് കുട്ടിയുടെ മാതാവ് ഡോക്ടർമാരോട് പറഞ്ഞത് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചതിന് ശേഷം വൈകിട്ട് കുട്ടി ഉണർന്നിരുന്നില്ല, അതിനെ തുടർന്നാണ് ആശുപത്രിയിലേക്ക് എത്തിച്ചത് എന്നുള്ളതാണ്. പക്ഷേ ആ ഘട്ടത്തിൽ തന്നെ സംഭവം ഇതിൽ ദുരൂഹതയുണ്ട് എന്നതും കണ്ടാണ് ഇത്തരത്തിൽ ഡോക്ടർമാരാണ് പോലീസിനോട് വിവരം അറിയിച്ചത്. തുടർന്നാണ് പോലീസ് ഇത്തരത്തിൽ ഇതിൽ കൂടുതൽ അന്വേഷണം നടത്തി ഈ മാതാവിനെയും ഒപ്പം സുഹൃത്തിനെയും കസ്റ്റഡിയിൽ എടുക്കുന്ന സാഹചര്യത്തിലേക്ക് കടന്നത് എന്നുള്ളത് തന്നെയാണ്. എന്തായാലും നിലവിൽ ഇപ്പോൾ ഈ കുട്ടിയുടെ മാതാവും അതിനൊപ്പം തന്നെ സുഹൃത്തും പോലീസ് കസ്റ്റഡിയിലാണ്. അസ്വാഭാവിക മരണത്തിനാണ് നേരത്തെ പോലീസ് കേസെടുത്തിരുന്നെങ്കിൽ ഇനിയിപ്പോൾ കൊലപാതക കുറ്റമടക്കം ചുമത്താനുള്ള ഒരു തീരുമാനത്തിൽ തന്നെയാണ് കഴക്കൂട്ടം പോലീസ് ഉള്ളത് എന്നുള്ളത് തന്നെയാണ്. എന്തായാലും നിലവിൽ ഇപ്പോൾ കഴിഞ്ഞ 2 ദിവസം മുൻപാണ് ഈ 4 വയസ്സുകാരൻ കൊല്ലപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അതിലിപ്പോൾ പ്രതി കുറ്റം സമ്മതിച്ചിട്ടുണ്ട്. വിനീഷ.